നമസ്കാരം. കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനവധി ഉദാഹരണങ്ങൾ നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ മഴ, അതിവർഷം, അതിശക്തമായ വരൾച്ച, ഉഷ്ണതരംഗം, ചുഴലിക്കാറ്റുകൾ ഒക്കെ തന്നെ ഭൂമിയിലെമ്പാടും വർദ്ധിച്ചതായിട്ടാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുറത്തുവരുന്ന കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ നദി വറ്റിവരളുകയാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നത്. ആമസോണിൻ്റെ വളർച്ച കാലാവസ്ഥാ വിദഗ്ധരിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആമസോൺ നദിയിലെ മണൽത്തിട്ടകളിൽ ഡോൾഫിൻ്റെ ജഡം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. തടാകത്തിലെ ജലനിരപ്പ് കുറയുന്നതിനനുസരിച്ച് ജലത്തിൻ്റെ താപനില ഉയരുന്നതായും ഇത് നദീജല ജീവികളുടെ ജീവന് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നതായും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം മാത്രം നദീജലത്തിലെ കടുത്ത താപനിലയെ തുടർന്ന് ടെഫെ തടാകത്തിൽ വംശനാശ ഭീഷണി നേരിട്ട 200-ലധികം ശുദ്ധജല ഡോൾഫിനുകൾ ചത്തുപോയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ആമസോൺ നദിയിലെ താപനില അതിൻ്റെ വരൾച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. ആമസോൺ തടത്തിലെ പ്രധാന നദീശാഖകൾ വരൾച്ചയെ തുടർന്ന് വറ്റിവരണ്ടു. പിന്നാലെ സോളിമോസ് നദിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന തടാകത്തിലെ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞു. ഇതോടെ ഡോൾഫിനുകൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥ പരിമിതപ്പെട്ടു. അതായത് ഏതാണ്ട് 2 മീറ്റർ ആഴവും 100 മീറ്റർ വീതിയുമുള്ള തടാകത്തിൽ ഇപ്പോഴുള്ള ബോട്ടുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് കൂടിയായതോടെ ആഴം കുറഞ്ഞ വെള്ളത്തിൽ പരസ്പരം കൂട്ടിയിടിച്ചും ബോട്ടുകളിൽ ഇടിച്ചും ഡോൾഫിനുകൾ ചത്തുപൊങ്ങുന്നത് വർദ്ധിച്ചിരിക്കുന്നു. ഈ വരൾച്ച ഇത്ര വേഗത്തിൽ വരുമെന്നോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ വർഷത്തെ തീവ്രതയെ മറികടക്കുമെന്നോ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ആമസോൺ പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. വരൾച്ചയുടെ അപ്രതീക്ഷിത വരവും തീവ്രതയും അവരുടെ വാക്കുകളിൽ വ്യക്തം. ഇനിയും 1 മാസത്തോളം പ്രദേശത്ത് വരണ്ട കാലാവസ്ഥ നിലനിൽക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് ജലനിരപ്പ് കൂടുതൽ താഴാനും ജലജീവികളുടെ ജീവനെ പ്രതികൂലമായി ബാധിക്കാനുമുള്ള സാധ്യത കൂട്ടുന്നു. ശുദ്ധജല ഡോൾഫിനുകളായ പിങ്ക് ഡോൾഫിനുകൾക്ക് പ്രശസ്തമാണ് ആമസോൺ നദി. അതേസമയം ലോകത്തിലെ ഏറ്റവും കൂടുതൽ അളവിൽ ജലം വഹിക്കുന്ന നദി കൂടിയാണ് ആമസോൺ നദി. 5598 മീറ്റർ ഉയരത്തിൽ പെറൂവിയൻ ആൻഡീസിൽ നിന്നാണ് ആമസോൺ നദി ഉത്ഭവിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ നിന്ന് വെറും 192 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കാർഹുവാസാന്ത എന്ന ചെറിയ പോഷക നദിയായിട്ടാണ് ആമസോൺ നദിയുടെ തുടക്കം. സമുദ്രങ്ങളിലേക്ക് ഒഴുകുന്ന ലോകത്തിലെ ശുദ്ധജലത്തിൻ്റെ 1/6 ആമസോണിൻ്റെ 320 കിലോമീറ്റർ വീതിയുള്ള ഡെൽറ്റയിലൂടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകുന്നു. ഋതുക്കൾക്കനുസരിച്ച് നദിയുടെ വീതിയിൽ വ്യത്യാസം സംഭവിക്കുന്നു. വേനൽക്കാലത്ത് നദിക്ക് 4 മുതൽ 5 കിലോമീറ്റർ വരെ വീതിയുണ്ടാകും. അതേസമയം മഴക്കാലത്ത് ഇത് 50 കിലോമീറ്ററായി വികസിക്കും. നദിയുടെ അതിശക്തമായ ഒഴുക്കിൽപ്പെട്ടാൽ മണിക്കൂറിൽ 7 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാം. പ്രധാന പോഷക നദിയായ സോളിമോസ് നദി കൊളംബിയയുമായി അതിർത്തി പങ്കിടുന്ന ബ്രസീലിയൻ പട്ടണമായ തബറ്റിങ്കയിലാണ് ആമസോണുമായി ചേരുന്നത്. ഈ വരൾച്ചാക്കാലത്ത് സോളിമോസ് നദി ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം സോളിമോസ് നദിയുടെ പല കൈവഴികളും ഇതിനോടകം വറ്റിവരണ്ടു കഴിഞ്ഞു. നേരത്തെ ബോട്ടുകൾ ഓടിയിരുന്ന പല പോഷക നദികളും ഇന്ന് മണൽക്കൂനകളായി മാറി. ആമസോണിൽ ഇനിയും വരൾച്ച ശക്തമായാൽ അത് വടക്ക് തെക്കൻ അമേരിക്കൻ വൻകരകളെ പ്രതികൂലമായി ബാധിക്കും. ഇത് ജലവൈദ്യുത പദ്ധതികളെ ആശ്രയിക്കുന്ന ബ്രസീലിൽ മാസങ്ങളോളം വൈദ്യുതി തടസ്സത്തിന് ഇടയാക്കും. ബ്രസീലിലും സമീപ രാജ്യങ്ങളിലും വരൾച്ച ശക്തമാകുമ്പോൾ അമേരിക്കയിൽ ഇത് കാട്ടുതീ ഉയർത്തുന്ന പുകശല്യം രൂക്ഷമാക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രകൃതി പലപ്പോഴും ഇങ്ങനെയാണ്. പ്രകൃതിയെ തകർക്കാൻ നമ്മൾ പലതും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ആവാസ വ്യവസ്ഥയെ കൂടി തകർത്തുകൊണ്ട് പ്രകൃതി മുന്നേറും. അതുതന്നെയാണ് നമ്മുടെ നാട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെയും പ്രകൃതിയെയും മഴയെയും കാടുകളെയും നമ്മൾ ഇല്ലാതാക്കുന്നു. അതനുസരിച്ച് പ്രകൃതി നമുക്കുമേൽ താണ്ഡവം ചൊരിയുന്നു. ആമസോൺ നദി പോലെ ചരിത്രപ്രസിദ്ധമായ ലോകോത്തരമായ ഒരു നദി വറ്റിവരണ്ടാൽ അത് എത്രമാത്രം ലോക ജനതയെ ബാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ചരിത്രവും അല്ലെങ്കിൽ നദിയുടെ ശാസ്ത്രവുമൊക്കെ ഇല്ലാതാകുന്നതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിൽ ജനങ്ങൾ പട്ടിണി മൂലവും ജലമില്ലാതെയും വൈദ്യുതി ഇല്ലാതെയും നട്ടം തിരിയുകയും ചെയ്യും. ഇതാണ് ഈ ആവാസ വ്യവസ്ഥയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇത് അതിരൂക്ഷമായ ഒരു വിഷയമായി ലോകരാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള ഏജൻസികൾ ഈ ആമസോൺ നദിയുടെയും ആമസോൺ കാടുകളുടെയും ഒക്കെ തന്നെ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ് എന്ന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. വിവിധ രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ നദിയുടെ സംരക്ഷണം എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കാനും നദി ഒരിക്കലും വറ്റിവരളാതെ സുഗമമായി വിവിധ രാജ്യങ്ങളിലൂടെ ഒഴുകാനും ഇടയാകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.